ഈ വർഷത്തെ ജെഇ മെയിൻ എക്സാമിൻ്റെ ഫൈനൽ റിസൾട്ട് പ്രഖ്യാപിച്ച വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ഒരു വിദ്യാർത്ഥിയാണ് കേട്ടോ എനിക്കിപ്പോൾ ഉള്ളത്. ഹരികൃഷ്ണനാണ്, തിരുവനന്തപുരംകാരനാണ്. അപ്പോൾ ഉയർന്ന റാങ്കാണ് അപ്പോൾ ഫൈനൽ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ ഹരികൃഷ്ണൻ സ്വന്തമാക്കിയിരിക്കുന്നത്. ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിന് അഭിമാനമായ ഒരു വിദ്യാർത്ഥിയാണ് ഹരീഷ്ണൻ. അപ്പോൾ നമുക്ക് ഹരിയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എങ്ങനെയാണ് ഇന്ന് പ്രിപ്പറേഷൻസ്, ആ ഒരു കാര്യങ്ങൾ, എന്തൊക്കെയാണ് ലക്ഷ്യം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോകാം. ഹരി, ആദ്യമായിട്ട് കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് റിസൾട്ട് വന്നു? ഒരു 2 വർഷത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രയത്നമായിരുന്നു അല്ലേ? പ്ലസ് ടുവിനോടൊപ്പമുള്ള ട്രൈ ആയിരുന്നു. അപ്പോൾ എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ഞാൻ പരിശ്രമിച്ച് നന്നായിട്ട് ഹാർഡ് വർക്കൊക്കെ ചെയ്തെന്നാണ് എൻ്റെ ഒരു മൊത്തത്തിലുള്ള എനിക്ക് തന്നെ തോന്നുന്നത്. അങ്ങനെയാണ്, നന്നായിട്ട് പരിശ്രമിച്ച് അതിനനുസരിച്ചുള്ള റിസൾട്ട് തന്നെ കിട്ടിയത്. പിന്നെ ദൈവത്തിൻ്റെ ഭാഗ്യം കൂടെ ഉണ്ടെന്ന് പറയാം. കാരണം അധികം കെയർലെസ്നെസ് ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഭാഗ്യം, നല്ലൊരു ഡേയും നല്ലൊരു സെഷനും എല്ലാം ദൈവത്തിൻ്റെ ഒരു അത്. ഹരിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ എനിക്ക് അച്ഛനും അമ്മയും ഉണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുന്നു? അച്ഛൻ ISROയിലാണ് വർക്ക് ചെയ്യുന്നത്. അമ്മ ടീച്ചറാണ്, മാത്സ് ടീച്ചർ. ഓക്കെ. അപ്പോൾ അച്ഛൻ്റെ ഒരു പാതയിലൂടെ പോകാനാണോ താല്പര്യം? അച്ഛൻ ISROയിലാണ്. എനിക്ക് അതിനോട് നല്ല ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ അതിൽ നല്ല ഓപ്ഷൻസ് വരികയാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് മാറും. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ 2 വർഷത്തെ ഒരു തയ്യാറെടുപ്പ്? പ്രത്യേകിച്ച് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ഒരേ സമയം നടത്തണം, അതുപോലെ തന്നെ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അതെങ്ങനെയാണ്, നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞോ? കൂടുതൽ സമയം ഞാൻ എൻട്രൻസ് തന്നെയാണ് ഫോക്കസ് ചെയ്തത്. കാരണം സ്കൂളിൻ്റെ സൈഡിൽ നിന്നൊക്കെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഏത് സ്കൂളിലായിരുന്നു പ്ലസ് ടു? കെ സ്കൂൾ, മാന്നാനത്തുള്ള കെ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ സ്കൂളിൻ്റെ സൈഡിൽ നല്ല സപ്പോർട്ടായിരുന്നു. സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു തരുമായിരുന്നു ഇന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം, എങ്ങനെയൊക്കെ ആൻസർ തരും. അതൊക്കെ നമുക്ക് ഒരുപാട് എളുപ്പമാക്കി തന്നു കാര്യങ്ങളൊക്കെ. എന്ന് വെച്ചാൽ മാത്രമല്ല, ബോർഡ് എക്സാമിൻ്റെ ആ ഒരു സമയത്ത് മാത്രമേ ഞാൻ കുറച്ചെങ്കിലും അധികമായിട്ട് സ്കൂളൊന്ന് ഫോക്കസ് ചെയ്യും. അല്ലാത്ത സമയമൊക്കെ മിക്കപ്പോഴും എൻട്രൻസ് തന്നെയാണ് പഠിച്ചത്. അതിനൊക്കെ സ്കൂൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. പ്രൈമറി സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു? പ്രൈമറി സ്കൂളിംഗ് തിരുവനന്തപുരത്ത് തന്നെ സെൻറ് തോമസ് റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളിലായിരുന്നു. അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു താല്പര്യം, എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ടൊരു താല്പര്യം ഉണ്ടായിരുന്നു? അത് പ്ലസ് 1 പ്ലസ് 2 സമയത്തായിരുന്നു അങ്ങനെ ഒരു? അല്ല, ആ ഒരു സമയത്ത് തന്നെ. ഒന്നാമതെ അച്ഛൻ എഞ്ചിനീയറിംഗ് ഫീൽഡിലായിരുന്നു. അപ്പോൾ എനിക്ക് അച്ഛനായിരുന്നു മെയിൻ ആയിട്ടുള്ളൊരു ഇൻസ്പിറേഷൻ? അച്ഛൻ തന്നെയായിരുന്നു ഇൻസ്പിറേഷൻ എന്ന് പറയാം. പിന്നെ പണ്ട് എനിക്ക് ഫിസിക്സും മാത്സും നല്ല ഇഷ്ടമായിരുന്നു, നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫോക്കസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ബ്രാഞ്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എഞ്ചിനീയറിംഗിലേക്ക് വന്നത്. ഫിസിക്സും മാത്സും ആണ് ഏറ്റവും ഫേവറേറ്റ് ആയിരുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ ഫിസിക്സിനോടും അല്ലെങ്കിൽ മാത്സിനോടുള്ള ഒരു താല്പര്യം കണ്ടപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞോ ഇങ്ങനെ നിനക്ക് ഭാവിയിൽ ഒരു എഞ്ചിനീയർ ആവാം അല്ലെങ്കിൽ വലിയൊരു നിലയിലേക്കൊക്കെ എത്താൻ സാധിക്കും എന്നുള്ള രീതിയിൽ ആരെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? പഠിപ്പിച്ച അധ്യാപകരോ? ആദ്യം ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിപ്പിച്ച ചില ടീച്ചർമാരൊക്കെ അമ്മയുടെ അടുത്ത് പറയുമായിരുന്നു. അമ്മ പറയുന്നുണ്ട്. അതായത് കണക്കിൽ കുറച്ച് താല്പര്യമുണ്ട്. അപ്പോൾ അവന് നല്ല രീതിയിൽ അതിലേക്ക് പോകാൻ പറ്റും. അതിലേക്ക് നിങ്ങൾ മാക്സിമം ശ്രദ്ധ കൊടുക്കണം. അവന് മാത്സ് ഒക്കെ നന്നായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ മാക്സിമം കോമ്പറ്റേറ്റീവ് എക്സാംസ് അതുപോലത്തെ ഒക്കെ എഴുതിപ്പിക്കണം. അപ്പോൾ ഹരി, അഡ്വാൻസിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പായിരിക്കുമല്ലോ ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? അഡ്വാൻസ് ഇപ്പോൾ ബ്രില്യൻ്റിരുന്ന ടെസ്റ്റുകളൊക്കെ എല്ലാം എഴുതുന്നുണ്ട്. അഡ്വാൻസ് 2 പേപ്പറായിട്ടാണ് ഇപ്പോൾ ഇടുന്നത്. രാവിലെ ഒരെണ്ണം, ഉച്ചയ്ക്ക് ഒരെണ്ണം. ശരിക്കുള്ള അഡ്വാൻസ് പോലെ തന്നെ അത് എഴുതുന്നുണ്ട്. പിന്നെ അതിൽ പറ്റുന്ന തെറ്റുകളും അതൊക്കെ വൈകിട്ട് അവർ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇടുന്നുണ്ട്. അതൊക്കെ കാണുന്നുണ്ട്. വരുന്ന തെറ്റുകളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കും. പിന്നെ ബ്രില്യൻ്റ് ആയിരുന്ന മെറ്റീരിയൽസ്, ബ്രെയിൻ ബാങ്ക് അങ്ങനെയൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. അതിലൊക്കെ ക്വസ്റ്റ്യൻസ് വളരെ നല്ലതാണ്. പിന്നെ വേറെ എക്സ്ട്രാ ബുക്സ് അങ്ങനത്തെ ഒക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് പോകും. കെമിസ്ട്രി NCERT വായിക്കുന്നു. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ട് എക്സാംസ് ആണ് ഇപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഡ്രീം ക്യാമ്പസ് ഉണ്ടാവുമല്ലോ. ഡ്രീം ക്യാമ്പസ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് എടുത്ത് പഠിക്കണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം മനസ്സിൽ തോന്നി തുടങ്ങിയിട്ടുണ്ടോ? താല്പര്യങ്ങൾ അങ്ങനെ ഉണ്ട്, ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ഈ IIT ചെന്നൈ എനിക്ക് കുട്ടിക്കാലത്ത് എപ്പോഴും കാണാൻ ഒരു അവസരം കിട്ടി. അവിടെ പഠിക്കണം. അവിടെ പോയിട്ടുണ്ടോ? ക്യാമ്പസിൽ പോയിട്ടുണ്ടോ? ക്യാമ്പസിൽ പോയിട്ടൊന്നുമില്ല, ജസ്റ്റ് പുറത്തുനിന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പഠിക്കണം എന്നൊക്കെ ഒരു താല്പര്യമുണ്ട്. അന്ന് അവിടെ കണ്ടപ്പം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവിടെ തന്നെ എനിക്ക് പഠിക്കാൻ പറ്റണം, അങ്ങനെ ഒരു താല്പര്യം അന്ന് ഉണ്ടായിരുന്നു മനസ്സിൽ? ഇല്ല, അങ്ങനെ എനിക്ക് വലിയൊരു അറിവില്ല. ഭയങ്കര ചെറുപ്പമായിരുന്നപ്പോഴാണ് കണ്ടത്. പിന്നെ ഫോട്ടോസൊക്കെ കാണുമ്പോഴാണ് അവിടെ പോയിരുന്നു എന്നൊക്കെ മനസ്സിലായത്. പിന്നെ IIT മദ്രാസ് ഇപ്പോൾ നമ്മുടെ ടോപ്പ് IITസിൽ വരുന്ന ഒരു ക്യാമ്പസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പഠിച്ചാൽ കൊള്ളാമെന്നുള്ളൊരു താല്പര്യം. കോഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടോ? കോഴ്സ് എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് ഇഷ്ടമാണ്. ഇവിടത്തെ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എനിക്ക് താല്പര്യമുള്ളൊരു ഫീൽഡാണ്. അത് കിട്ടിയാൽ കൊള്ളാം. അപ്പോൾ ഹരിയെ പോലെ തന്നെ പ്ലസ് 2 പഠനത്തോടൊപ്പം തന്നെ എൻട്രൻസിലും നല്ല വിജയം നേടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, ഒത്തിരി ആസ്പിരൻസ് ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? എങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ നല്ലൊരു കോച്ചിങ് സെൻറ്റർ
എന്നുള്ളതാണ് ഒരു കാര്യം. നല്ല ടെസ്റ്റുകളൊക്കെ എഴുതാൻ പറ്റണം. ഡെയിലി ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രാക്ടീസ് വേണം ഇതിന്. അത് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യണം, തിയറി മാത്രം പോരാ, നമ്മൾ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്തൊക്കെ പഠിക്കണം. അപ്പോൾ ഞാൻ ബ്രില്യനിൽ കയറിയപ്പോൾ പിന്നെ അവരെല്ലാ ആഴ്ചയും വീക്ക്ലി ടെസ്റ്റുകൾ ഇടുമായിരുന്നു, ടോപ്പിക് വൈസ് ഇടുമായിരുന്നു. അതിനുശേഷം മോഡൽ ഇടുമായിരുന്നു. അതിനുശേഷം മെയിൻസിന് മുമ്പായിട്ട് തന്നെ 2 റൗണ്ട് റിവിഷൻ മോഡൽസ് ഉണ്ടായിരുന്നു. എല്ലാ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് 2 റൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ഓൾ യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. ജനുവരി ഫുള്ള് ഓൾ യൂണിറ്റ്സ് ആയിരുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് സെഷൻ. അങ്ങനെ പഠിച്ച് ഒരുവിധം നന്നായി തിരക്കിടില്ലാതൊക്കെ എഴുതാൻ പറ്റി. പിന്നെ ഫെബ്രുവരിയിലായിരുന്നെങ്കിലും പിന്നെ യൂണിറ്റ് വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ അഡ്വാൻസും കൂടെ ഉണ്ടായിരുന്നു. അഡ്വാൻസും മെയിൻസും എല്ലാ ആഴ്ചയിലും ടെസ്റ്റുകളുണ്ടായിരുന്നു. പിന്നെ ഓൾ യൂണിറ്റ്സ് ആയി. അങ്ങനെ ബ്രില്യൻ്റായിട്ട് അങ്ങ് പോയി. പിന്നെ ബ്രില്യൻറ്റിൻ്റെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബ്രില്യൻ്റ് ലേണിംഗ് ആപ്പ് ഞാൻ ടെസ്റ്റുകളൊക്കെ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതിലെല്ലാം മീൻസ് പ്രീവിയസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ലേണിംഗ് ആപ്പിലാണ് ചെയ്തത്. അപ്പോൾ തന്നെ സ്കോർ വരും, നമുക്ക് ഏതൊക്കെ തെറ്റിയെന്നൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ബ്രില്യൻ്റ് ലേണിംഗിലെ ക്ലാസ്സുകൾ കാണാമായിരുന്നു. പിന്നെ സ്കൂളിൽ ലൈവായിട്ട് എടുക്കുന്ന ഓഫ്ലൈനായിട്ട് എടുക്കുന്ന ക്ലാസ്സുകളാണെങ്കിലും വളരെ നല്ലതായിരുന്നു. നമുക്ക് ബെസ്റ്റ് ഫാക്കൽറ്റീസ് ഒക്കെ വന്നാണ് നമുക്ക് എല്ലാ ടോപ്പിക്സും ക്ലാസ്സൊക്കെ എടുത്തത്. നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ബ്രേക്കിനായാലും ചോദിക്കാം. അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ നമ്മൾ ആവശ്യപ്പെടുന്ന ഫാക്കൽറ്റീസിനെ ബ്രില്യൻ്റ് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ വളരെ നല്ലതായിരുന്നു. പിന്നെ ലൈബ്രറിയിലാണെങ്കിലും നമുക്ക് കുറേ ബുക്സ് ഉണ്ട് റെഫർ ചെയ്യാനുള്ളത്. അപ്പോൾ അധികം ബുക്സ് വാങ്ങിക്കാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുത്ത് സോൾവ് ചെയ്ത് പഠിക്കാവുന്നതാണ്. മാത്രമല്ല പിന്നെ മെൻറ്റേഴ്സ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ജോസഫ് സാറ് നമ്മുടെ ക്ലാസ് ടീച്ചറാണ്. അപ്പോൾ ജോസഫ് സാറിൻ്റെ കോൺസ്റ്റൻറ്റ് മോട്ടിവേഷനും സപ്പോർട്ടും ഒക്കെ നമുക്ക് എപ്പോഴും എല്ലാവരെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിജു സാർ നമ്മുടെ സെൻറ്ററിലെ കോർഡിനേറ്ററാണ്. ബിജു സാർ ആയാലും റാങ്ക് ലിസ്റ്റൊക്കെ വായിക്കാൻ വരികയാണെങ്കിലും നമ്മൾ അധികം ഡൗൺ ആവാതെ, റാങ്ക് കുറഞ്ഞാലും ഡൗൺ ആവാതെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുമായിരുന്നു. പിന്നെ ഡയറക്ടർ സെബാസ്റ്റ്യൻ സാറായിരുന്നു നമുക്കിവിടെ ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് അമൽ സാറുണ്ടായിരുന്നു ഹോസ്റ്റലിൽ. പിന്നെ അമൽ സാറ്, പിന്നെ അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ ഇടയ്ക്ക് ബിനോയ് സാർ വരുമായിരുന്നു മോട്ടിവേഷനായിട്ട് തരാനായിട്ട്. ജോർജ് സാർ വരുമായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ട്. അതായത് നമ്മൾ കുറച്ചധികം പേര് പിയർ ഗ്രൂപ്പായിട്ട് ഒരു ഗ്രൂപ്പ് പോലെ അവർ തമ്മിലുള്ള ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ. പിന്നെ പരസ്പരം നമ്മൾ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക. എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. അവരൊരു മടിയില്ലാതെ അവർ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. പിന്നെ പരസ്പരം മോട്ടിവേറ്റ് ചെയ്യിക്കുമായിരുന്നു. റാങ്ക് ഒന്ന് കുറഞ്ഞാലും കൂടിയാലും എല്ലാം പ്രശ്നമൊന്നുമില്ല. ഒരു ഹെൽത്തി ഒരു കോമ്പറ്റീഷൻ രീതിയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. അത് വലുതായിട്ട് ഗുണം ചെയ്തല്ലേ? ഇവിടുത്തെ പിയർ ഗ്രൂപ്പ് നന്നായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. നമുക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ. പിന്നെ പല അപ്രോച്ചസിലാണ് പല ചോദ്യങ്ങൾ ചെയ്യുന്നത്. ഒരേ സമയം ഒരുപാട് പേരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ഒരാൾ ചെയ്യുന്ന രീതിയിലായിരിക്കില്ല മറ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മെത്തഡും കൂടെ അറിയുന്നത് വളരെ നല്ലതാണ്. അതിവിടെ വന്നുകൊണ്ട് മാത്രം കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇനി ജെ അഡ്വാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകട്ടെ. ഇതേ വിജയം അതിലും തുടരട്ടെ. ആഗ്രഹിച്ച ആ ഒരു IIT തന്നെ അഡ്മിഷൻ ലഭിക്കാനായിട്ട് ഹരികൃഷ്ണന് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.